മൺമറഞ്ഞ അമ്മയും അച്ഛനും സഹോദരനും ഇപ്പോഴിത് കണ്ട് സന്തോഷിക്കുന്നുണ്ടാവും. ജന്മനാടായ കേരളത്തിനോടാണ് ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്നത്. 2024 കാൻ ചലച്ചിത്രമേളയിലെ ആദരം ഏറ്റുവാങ്ങിക്കൊണ്ട് പ്രശസ്ത ഛായാഗ്രാഹകനും സംവിധായകനുമായ സന്തോഷ് ശിവൻ പറഞ്ഞ വാക്കുകളാണിത്. രാജ്യാന്തര തലത്തിലെ പ്രഗത്ഭരായ ഛായാഗ്രാഹകർക്ക് നൽകിവരുന്ന പിയർ ആന്റണോ പുരസ്കാരം ലഭിച്ചതോടെ ഈ നേട്ടം സ്വന്തമാക്കുന്ന ആദ്യ ഏഷ്യക്കാരനായി മാറിയിരിക്കുകയാണ് സന്തോഷ് ശിവൻ എന്ന മലയാളി. മലയാളം, തമിഴ്, ഹിന്ദി തുടങ്ങി അന്യഭാഷകളിലടക്കം നിരവധി സിനിമകൾ ഒപ്പിയെടുത്തത് സന്തോഷ് ശിവന്റെ ക്യാമറ കണ്ണുകളാണ്. 1980കളിൽ ചലച്ചിത്ര രംഗത്തെത്തിയ അദ്ദേഹം 55 ഫീച്ചർ സിനിമകളുടെയും നിരവധി ഡോക്യുമെന്ററികളുടെയും ഛായാഗ്രാഹകനാണ്. വ്യത്യസ്തതകൾ കൊണ്ടും തന്റേതായ ശൈലി കൊണ്ടും ഛായാഗ്രഹണ മേഖലയിൽ അതിവേഗം ശ്രദ്ധിക്കപ്പെടാൻ സന്തോഷ് ശിവന് കഴിഞ്ഞു. ക്യാമറ ലൈറ്റിംഗിലും ഫ്രെയിമിലും കളർ ടോണുകളിലുമെല്ലാം സന്തോഷ് ശിവൻ തന്റെ വ്യത്യസ്ത ശൈലി ആവിഷ്കരിച്ചപ്പോൾ പിറന്നത് വിഷ്വലൈസേഷന്റെ പൂർണ്ണരൂപം. പിതാവ് ശിവനിൽ നിന്നും മനസ്സിലാക്കിയ ക്യാമറ ചലനങ്ങൾക്കുമപ്പുറം ബിരുദം സമ്മാനിച്ച അറിവുകളും കഴിവും കൂടിയായപ്പോൾ സന്തോഷ് ശിവൻ പൂർണ്ണമായും ഛായാഗ്രാഹകനായി പാകപ്പെടുകയായിരുന്നു. തന്റെ കഴിവിലുള്ള ആത്മവിശ്വാസം കൊണ്ട് ഒറ്റയ്ക്ക് തന്നെ ആദ്യ സിനിമയ്ക്ക് ഛായാഗ്രഹണം നിർവഹിക്കുകയായിരുന്നു. പിന്നീട് അവിടുന്നങ്ങോട്ട് എല്ലാം സന്തോഷ് ശിവന്റെ മാന്ത്രികത തന്നെയായിരുന്നു ഈ മേഖലയിൽ കണ്ടത്. ദളപതി, റോജ, ദിൽസേ, അഹം, പെരുന്തച്ചൻ, അനന്തഭദ്രം, കാലാപാനി തുടങ്ങിയ നിരവധി സിനിമകൾക്ക് സന്തോഷ് ശിവൻ ക്യാമറ ചലിപ്പിച്ചു. സിനിമയുടെ കഥാപശ്ചാത്തലത്തിന് ഇഴുകിച്ചേർന്ന ഛായാഗ്രഹണം നിർവഹിക്കുവാനുള്ള സന്തോഷ് ശിവന്റെ കഴിവ് മറ്റ് ഛായാഗ്രാഹകരിൽ നിന്നും അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നു. മണിരത്നം ചിത്രം, രാവണിലൊക്കെ ഈ വ്യത്യസ്തത നിറഞ്ഞു നിൽക്കുകയാണ്. ഉറുമി, തഹാൻ, അനന്തഭദ്രം, ദി ടെററിസ്റ്റ്, നവരസ തുടങ്ങി നിരവധി സിനിമകളുടെ സംവിധായകനായി. ഒരുപക്ഷെ സംവിധായകൻ എന്നതിലുപരി ഛായാഗ്രഹകനായ സന്തോഷ് ശിവനെയാണ് കൂടുതലും ആളുകൾക്കിഷ്ടം. ദേശീയ പുരസ്കാരങ്ങളും പത്മശ്രീയും ഉൾപ്പെടെ ഇതിനോടകം നിരവധി നേട്ടങ്ങൾ സന്തോഷ് ശിവനെ തേടിയെത്തി. ഇപ്പോഴിതാ സന്തോഷ് ശിവന്റെ കാനിലെ പുരസ്കാര നേട്ടവും പകരക്കാരനില്ലാത്ത ഛായാഗ്രാഹകന്റെ ഉത്തമ ഉദാഹരണമാണ്. ഇനി മോഹൻലാൽ സംവിധാനം ചെയ്യുന്ന ബെറോസിലും ഇതേ ദൃശ്യാവിഷ്കാരത്തിന്റെ മാന്ത്രികതയ്ക്കായി കാത്തിരിക്കാം.